അങ്ങനെ എന്നത്തെയും പോലെ ഓഫീസ് അങ്ങനെ തിരിച്ച് വീട്ടിൽ പോകുമ്പോഴൊക്കെ നല്ല ചാറ്റൽ മഴ. അപ്പോൾ എനിക്ക് രതീഷേട്ടനെ കഴിക്കാൻ ഒടുക്കത്ത് പോതി. നേരെ വിട്ടപ്പോൾ ഒരു പഴംപൊരി കഴിക്കാൻ. ഞാൻ ഒരു പഴംപൊരി ഉറപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, ഞങ്ങൾ എനിക്കൊന്നും കൂടെ തന്നു, കഴിച്ചു മോളെ എന്നൊക്കെ. അപ്പോൾ സ്നേഹത്തോടെ തരുമ്പോൾ വേണ്ടെന്ന് പറയാൻ പാടില്ലല്ലോ. അങ്ങനെ ആദ്യം കഴിച്ച് നേരെ ഒന്ന് ചായ കുടിക്കാൻ. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ടിരിക്കുമ്പോഴാണ് ഗൈസ് ഒട്ടുക്കത്ത മഴ, ചാറ്റൽ മഴയൊക്കെ പോയി പിന്നെ ഒരു പ്രളയം മഴയായിരുന്നു. അങ്ങനെ അതും നോക്കി ചായയൊക്കെ കുടിച്ചിങ്ങനെ ഇരുന്ന് എൻ്റെ അനിയൻ എൻ്റെ അടുത്ത് പിക്ക് ചെയ്യാൻ വരടാന്ന് പറഞ്ഞപ്പോഴാണ് ഗൈസ് നിങ്ങളത് കാണണം. അവരധികം ചായം കുടിച്ചോണ്ടിരിക്കുന്നത് ഗൈസ്. എനിക്ക് അതിനെ പിക്ക് ചെയ്യാൻ വന്നിട്ട് ഞാൻ അവനെ കണ്ട് വെളിയിൽ വന്നപ്പോൾ അവരെന്നെ ഭയങ്കര ഒറ്റ പോയി. സാധനം തന്നെ അറിയില്ല അവർ ഓടിക്കാൻ പോയതെന്ന് എനിക്കറിയില്ല. ദൈവമേ, അച്ഛനെ വിളിക്കാൻ വേണ്ടി പോയതാണ്. ഞാൻ എന്നെ വെയിറ്റ് ചെയ്ത് വരാൻ പറഞ്ഞിട്ട് ഞാൻ വെളിയിലേക്ക് വന്നപ്പോൾ ഒറ്റപ്പോക്ക് ഗൈസ്, ഒറ്റപ്പോക്ക്. ഞാൻ എന്തിനായി അവസ്ഥ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് നടന്ന് തിരിച്ചു പോകാൻ പറ്റില്ല, എനിക്ക് നടക്കരുത്. അങ്ങനെ തിരിച്ച് നടന്ന് ഒരു ബസ് സ്റ്റോപ്പിലാണ് ഇവിടെ വെച്ചാൽ അതിന് വീട്ടിൽ ദാരിദ്ര്യം പിടിച്ച അവസ്ഥയാണ് ഗൈസ്, ദാരിദ്ര്യം പിടിച്ച അവസ്ഥ. അങ്ങനെ അവരെപ്പോൾ വരുമെന്ന് അവർക്ക് തന്നെ അറിയില്ല. ഞാൻ അവരെയും കാത്തിരിക്കാൻ തുടങ്ങി കുറച്ച് നേരം. എനിക്കും മതിയായി ഗൈസ്, എനിക്കും മതിയായി. ഡാർക്ക്, നമുക്ക് വെയിറ്റ് ചെയ്യാൻ എന്തായാലും. ഫോണാണെങ്കിൽ ഇപ്പോൾ ഡെഡാവും, ചാർജിൽ ആകെ 4% ചാർജേ ഉള്ളൂ. ദൈവമേ എന്താവുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല ഗൈസ്. എനിക്ക് നിന്ന് വരാന്താവാൻ തുടങ്ങി. എനിവേ കുറച്ച് നേരം എന്തായാലും വരുന്നവരെ നിന്നല്ലേ പറ്റുള്ളൂ. ഓക്കെ ഗൈസ്.